നമുക്ക് വേണ്ട വെടിക്കോപ്പുകൾ അയാൾ മാനുഫാക്ചർ ചെയ്ത് ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ് സ്നാക്ക് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം അയാൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. എല്ലാ കൊല്ലവും പക്ഷെ ഡിസ്പ്ലേ ലൈസൻസ് 11th അവറിൽ തരാറുണ്ട്. അതായത് പൊട്ടിക്കുന്നതിന് അരമണിക്കൂറോ 1 മണിക്കൂറോ പോകും. പക്ഷെ നമുക്ക് ഈ 6000 കിലോ ഉണ്ടാക്കണമെങ്കിൽ ഒരു പക്ഷെ 1.5 മാസം സമയമെടുത്തു. അപ്പൊ അതിന്റെ പണികൾ നടക്കുമ്പോൾ ഇപ്പൊ അവിടെ പോയിട്ട് റെയ്ഡ് ചെയ്ത് അത് സീൽ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ നിന്നും സർക്കാർ ദയവ് ചെയ്ത് പിന്മാറണം. ഇപ്പൊ നിലവിൽ എന്താണ് പാറമേക്കാവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു പൊതുവികാരം ഉയർന്നിട്ടുള്ളത്? ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ അവസാനത്തെ ഫെസ്റ്റിവൽ കമ്മിറ്റി ആയിരുന്നു ഈ പൂരത്തിന് മുമ്പുള്ള. പൊതുവികാരം എന്താന്ന് 2006 ഒരു വെടിക്കെട്ട് അപകടം പാറമേക്കാവിന്റെ പ്രമിസസിൽ നടന്നു. എന്നിട്ട് പോലും പൂരവും കുടമാറ്റവും എല്ലാം ഭംഗിയായിട്ട് നടന്നു. വെടിക്കെട്ട് മാത്രം 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ള ഒരു പൊതുവികാരമാണ് ഇന്നത്തെ മീറ്റിംഗിൽ വന്നിട്ടുള്ളത്. പൂരം കുടമാറ്റവും മേളങ്ങളെല്ലാം തന്നെ ആചാരപരമായിട്ട് എന്നാണ് പൊതുവികാരം വന്നിട്ടുള്ളത്. എന്നാണ് ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെയും ഒരു അഭിപ്രായം. ഈ മേളവും ഇതൊക്കെ വേണം എന്നുള്ളത് ആ അഭിപ്രായം ഇനിയിപ്പോ അത് നാളെ അറിയിക്കുമോ? അങ്ങനെയാണ്? അല്ല, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കാൻ അറിയിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് അറിയിക്കാണ്ട് പറ്റില്ലല്ലോ. അതെങ്ങനെയാ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുക? എങ്ങനെയാണ് പ്രസന്റ് ചെയ്യും? അതായത് ഇവിടെ ഇന്ന് ഞങ്ങളുടെ ഇതിൽ മീറ്റിംഗില് തീരുമാനം എടുത്തത് ഇതാണ് യുനാനിമസ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. അതായത് ആചാരങ്ങൾ വേണം. 2006 ഇങ്ങനെ ഒരു അപകടം പാറമേക്കാവ് പ്രമിസസിൽ ഉണ്ടായിട്ടും കുടമാറ്റവും മറ്റെല്ലാ കാര്യങ്ങളും നടന്നു. അപ്പൊ ഇത് അറിയിക്കണം അധികാരികളെ എന്നുള്ളതാണ്. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കാം. അതായത് വെടിക്കെട്ട് എന്നുള്ളത് മാറ്റി നിർത്തുകയാണെങ്കിൽ മറ്റ് ചടങ്ങുകൾ കുടമാറ്റവും ഇലഞ്ഞിത്തറ മേളവും ഉൾപ്പെടെ എല്ലാം സാധാരണ പോലെ വേണം എന്നുള്ളൊരു പൊതുവികാരമാണോ? പൊതുവികാരമാണ് ഇവിടെ. നാളെ എന്താ തീരുമാനം എന്നുള്ളത് ജില്ലാ ഭരണകൂടമായിട്ട് ആലോചിച്ചിട്ട് അതിനെ കുറിച്ച് വെടിക്കെട്ട് നടത്തണമെന്നൊരു വികാരം ഉയർന്നിട്ടുണ്ടോ? ഇല്ല, വെടിക്കെട്ട് ഇപ്പൊ തൽക്കാലം ഇത്തവണ സിംബോളിക്കായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു വികാരമാണ് വന്നിട്ടുള്ളത്. അത് പക്ഷേ നമ്മൾ ഈ നിർമ്മിച്ച സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്ത സാധനം അതിനെ ഡിസ്ട്രക്ട് ചെയ്യണം. അതിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിനെ നക്കിക്കണം. അപ്പൊ അതിനൊരു സാധാരണ അങ്ങനെ ആ ഒരു ക്ലോസിൽ സാധാരണ നമുക്ക് ആ ആര് വീണ ഒരു കൊല്ലുണ്ടല്ലോ ഓർമ്മയില്ലേ, തിരുവമ്പാടിയുടെ മഠത്തിലെ അന്ന് ഡിസ്പ്ലേ ലൈസൻസ് അല്ലാതെ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ലൈസൻസ് തന്നിട്ട് നമ്മൾ പൊട്ടിച്ച് കളയുക ചെയ്തു. അതുപോലെ ഇത്തവണയും അങ്ങനത്തെ പൂരത്തിന്റെ അന്നല്ലെങ്കിലും 1-2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിച്ചത് തീർക്കണത്. അല്ലെങ്കിൽ ഈ ചൂടത്ത് ഈ മാഗസിനിൽ ഇരിക്കുന്നതും വലിയ റിസ്ക്കാണ്. ഇപ്പോ ഇവിടെ കുടമാറ്റത്തിന്റെ കാര്യത്തിൽ പൊതുവെ അത് വേണം തന്നെയാണ്. കാരണം ഇത്രയും ഒരുക്കങ്ങൾ നടത്തിയതല്ല. 1000 കുടകളൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ട് അതാണ് വികാരം. അതുകൊണ്ട് തന്നെ 75 ലക്ഷം രൂപ ഈ സമയത്തിന് ഒരുക്കാൻ തന്നെ അതിൻ്റെ ഏതാണ്ട് 8-9 മാസത്തെ എഫേർട്ടും പലരുടെയും ഇതിന്റെ പിന്നിലുണ്ട്. അതുകൂടാണ്ട് ഡിവോട്ടീസ് ആണെങ്കിൽ ഏറ്റവും വലിയൊരു സംഭാവന ഈ പൂരത്തിന് ദേശക്കാര് നൽകുന്നത് കുട സംഭാവനയാണ്. ആ കുടകൾ ഭഗവതിയുടെ പുറത്ത് ടേക്ക് ചെയ്തതായിട്ട് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അതുകൂടി നിങ്ങൾ പറയണം എന്നുള്ള നിലയ്ക്കാണ് ഡിവോട്ടീസ് വെടിക്കെട്ട് ഒഴിവാക്കി പൂരം ഭംഗിയായി നടത്താം എന്നുള്ള ഒരു പൊതുവികാരം അല്ല. അതായത് ഇത് എന്താ പറയാ, ആചാരങ്ങൾ മുഴുവൻ ആസ് യൂഷ്വൽ നടത്തണം എന്നാണ് പൊതുവികാരം എന്ന് ഇവിടുത്തെ ഈ ഫെസ്റ്റിവൽ കമ്മിറ്റിയിൽ. ഇത് നാളത്തെ മീറ്റിംഗ് നമ്മൾ അറിയിക്കൂല. അതിന് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പ്രസിഡന്റിനെയും സെക്രട്ടറിയും ഇത് അറിയിക്കാനായിട്ട് ചുമതലപ്പെടുത്തി. അപ്പൊ നമ്മളിത് അറിയിക്കും. തിരുവമ്പാടിക്കാരായിട്ട് സംസാരിച്ചിരുന്നു, അവരുടെ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻ അങ്ങനെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. അപ്പൊ അത് ഞങ്ങൾ ഇവിടുത്തെ തീരുമാനം അറിയിക്കും അവരെ. അവരിപ്പോ അതനുസരിച്ച് എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല.